കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിടിയിലേക്ക് അല്ലെങ്കിൽ CPM എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. CPM നിന്ന് യാതൊരു വിധമായിട്ടുള്ള ഒരു സ്വാധീനമില്ലാത്തൊരു നേതാവാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്. പിണറായി വിജയനെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരു തന്ത്രം, അതൊക്കെയാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞൊരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ധർമ്മടത്ത് കോൺഗ്രസിൻ്റെതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടും അതിശയിക്കാനില്ല എന്ന് മാത്രമല്ല, അത് കോൺഗ്രസ്സിന് വളരെയധികം ഇലക്ട്രൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ വലിയ മറ്റു മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തുടനീളം അത് പ്രതിഫലിക്കാൻ അതിൻ്റെ സാധ്യതയുണ്ടാവും. യൂത്ത് മാത്രമല്ല, അമ്മമാർക്കും അതേപോലെ മറ്റ് ഒരുപാട് വിഭാഗമുള്ള ആൾക്കാർക്ക് ഒരേപോലെ ഇഷ്ടമുള്ള കാൻഡിഡേറ്റ് എന്ന രീതിയിൽ ഷാഫിയെയും പിന്നെ മുതിർന്ന കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള സുധാകരനെയും മുരളീധരനെയും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കുറേ സർപ്രൈസുകൾ ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം കോൺഗ്രസിൻ്റെ ആ ഒരു സ്റ്റൈല് നമ്മളത് ഇപ്പോൾ ഈ അവരുടെ PR ഏജൻസിയുടെ അല്ലെങ്കിൽ കനകോലുവിൻ്റെ ഈ സ്റ്റൈൽ മനസ്സിലാക്കുന്നുകൊണ്ട് പറയുന്നതാണ്. നമസ്കാരം സർ. നമസ്കാരം. ധർമ്മടം സ്റ്റാർ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട എന്നാണ് ധർമ്മടം എന്ന് പറയുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഇലക്ഷന് മുമ്പ് ഈ സ്റ്റാർ മണ്ഡലങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇലക്ഷന് മുന്നോടിയായി ധർമ്മടത്തെ പറ്റി വീണ്ടും ചർച്ചകൾ വരികയാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ ഇത്തവണ തോൽക്കും. കൃത്യമായി നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, എന്ത് വില കൊടുത്തും കോൺഗ്രസ് ആ മണ്ഡലം പിടിച്ചെടുക്കും. അങ്ങനെ ഒരു സാഹചര്യം ധർമ്മടത്ത് നിൽക്കുന്നുണ്ടോ? അല്ലാതെ കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു നീക്കം പൊതുവിൽ ഒരു ആത്മവിശ്വാസം പകർത്തുന്നതിന് കാരണമാകും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വന്നു അല്ലേ? അപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വളരെ പ്ലാനിങ്ങോടുകൂടി മുരളീധരന് ചുമതല കൊടുത്തു. അവിടെ ശബരിനാഥിനെ മുൻനിർത്തി കാൻഡിഡേറ്റാക്കി. അതേപോലെ സ്ഥാനാർത്ഥികളെയൊക്കെ വളരെ ചെറുപ്പക്കാരെയൊക്കെ രംഗത്തിറക്കി. ഒരു വളരെ ആസൂത്രിതമായ ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് അതനുസരിച്ചിട്ട് പെട്ടെന്ന് ചിലരിലെങ്കിലും ഒരു ധാരണ ഉണ്ടായി, ഇത് കോൺഗ്രസ് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം അവിടെ കോൺഗ്രസ്സിന് തീരെ എന്താ പറയുക, കോർപ്പറേഷൻ അതിർത്തിയിൽ അല്ലെങ്കിൽ കൗൺസിലിൽ വളരെയധികം സാന്നിധ്യം കുറവായിരുന്നു കോൺഗ്രസ്സിന്. പക്ഷേ ഈ ഒരു ശ്രമം തുടങ്ങിയപ്പോഴത്തേക്ക് നിയമസഭ ഒരു തവണ MLA ആയിരുന്ന ശബരിനാഥ്, ജി കാർത്തികൻ്റെ മകൻ, അദ്ദേഹം തീർച്ചയായിട്ടും വരുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും ഈ MLA ആയിരുന്ന ശബരിനാഥൻ എന്ന ചെറുപ്പക്കാരനെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇറക്കി ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് അതേപോലെ ചെറുപ്പക്കാരെ കണിയിരുത്തിയപ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് കോൺഗ്രസിൻ്റെ ഒരു സമീപനമാണ്. അപ്പോൾ അതിൻ്റെ ഗുണം അവർക്കുണ്ടായി അല്ലേ? ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് CPM-നൊപ്പം നിൽക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് കോർപ്പറേഷനിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടി എന്ന് പറഞ്ഞതുപോലെ ഈ ചില സ്ട്രാറ്റജികൾ അത് ഈ VD സതീശൻ ഈ പ്രതിപക്ഷ നേതാവിന് ശേഷം നമ്മൾ കാണുന്നതാണ്. ചില സ്ട്രാറ്റജികളും ചില പ്ലാനിങ്ങുകളോടും കൂടി തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. അതിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നമുക്കത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പിണറായി വിജയനെ തോൽപ്പിക്കാൻ പ്രാപ്തനായ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ട് ധർമ്മടത്തെ ഞങ്ങൾ നിർത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് പോലും ഈ തൻ്റെ മണ്ഡലത്തിൽ സാധാരണ പിണറായി വിജയൻ ധർമ്മടത്തിന് നോമിനേഷൻ പേപ്പർ കൊടുത്താൽ പിന്നെ പേരിനൊന്ന് പോയാൽ മതിയോടെ അല്ലേ? കാരണം അദ്ദേഹത്തിന് കേരളം മുഴുവൻ എല്ലാ മണ്ഡലങ്ങളിലും പലതവണ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനൊക്കെ മത്സരിക്കുന്ന പണ്ട് അച്യുതാനന്ദൻ മത്സരിക്കുമ്പോഴും മലമ്പുഴയൊക്കെ മത്സരിക്കുമ്പോഴും അങ്ങനെയായിരുന്നു, പിന്നെ ഒന്ന് പോയാൽ മതി, കാര്യം ഇവർക്ക് എല്ലാ മണ്ഡലങ്ങളും പോകണമല്ലോ. പക്ഷെ അത് വരുമ്പോഴത്തേക്ക് പിണറായി വിജയൻ ധർമ്മടത്ത് തോൽക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ധർമ്മടം മണ്ഡലത്തിലേക്കും ശ്രദ്ധ മാറും, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെ അങ്ങോട്ട് മാറും. അതേപോലെ തന്നെ ഈ മറ്റ് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ മറ്റ് പല ഭാഗത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു മിഷണറിയുടെ ഒരു ചെറിയ ശ്രദ്ധയും ധർമ്മടത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. ധർമ്മടത്തൊരു പാർട്ടിയുടെയും അതേപോലെ തന്നെ പിണറായി വിജയൻ്റെയും കാര്യം, പിണറായി വിജയൻ ജയിച്ചു വരികയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, ധാരണയല്ല അതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം പിണറായി വിജയൻ പാർട്ടിക്കകത്തുള്ള സമയത്തും പാർട്ടിയിൽ മത്സരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി വിജയിക്കുകയാണെന്ന് അല്ല മുന്നണി വിജയിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മൂന്നാം തവണയും മുഖ്യമന്ത്രി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല. ഒരു പക്ഷേ ഇനിയിപ്പം പരാജയപ്പെട്ടാൽ പോലും പിണറായി വിജയൻ പരാജയപ്പെടുകയും ഇടതുമുന്നണി അധികാരത്തിൽ അല്ല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ചിലപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നുകൂടായില്ലെന്ന്. അത്രയ്ക്ക് സ്വാധീനമാണ് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടിക്കകത്തുള്ളത്. സ്വാധീനത്തെക്കാൾ ഉപരി പിടിയാണ്. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിടിയിലേക്ക് അല്ലെങ്കിൽ CPM എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് പല രീതിയിൽ ഇപ്പോൾ പരോക്ഷമായി തന്നെ ഈ പറയുന്ന CPM-ന്റെ പല ആൾക്കാരും അല്ലെങ്കിൽ പല നേതാക്കന്മാരും പരോക്ഷമായി അതിനെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഭരണവിരുദ്ധത ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ തദ്ദേശം കഴിഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധത എന്ന് പറയുന്നത് കൃത്യമായി പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അവർ സമ്മതിക്കുന്നതും പിണറായിസമാണ് ഇതിന്റെ തകർച്ച, അല്ലെങ്കിൽ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് സമ്മതിക്കുന്ന ഒരു സമയം അല്ല, അത് കൂടെയാണല്ലോ. പരസ്യമായിട്ട് എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കുക. പെട്ടെന്ന് ഇപ്പം നമുക്കൊരു CPM-ൽ ഇപ്പം കൂടുതൽ പാർട്ടിയുടെ പുറത്ത് സ്വാധീനമുള്ള പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ നേതാവ് ആരാണ്? ഗോവിന്ദ മാസ്റ്റർ ആയിരിക്കും. ഗോവിന്ദൻ മാസ്റ്ററിന്. ഗോവിന്ദ മാസ്റ്റർ അത് അതിൽ തമാശ പറയുകയാണ്. അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന പാർട്ടിയിൽ പേഴ്സൺസ് എന്നൊക്കെ പറയുന്ന പോലെ CPM-ൽ നിന്ന് യാതൊരു വിധമായിട്ടുള്ള ഒരു സ്വാധീനമില്ലാത്ത ഒരു നേതാവാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതിപ്പോൾ ഈ K മുരളീധരൻ പറഞ്ഞതുപോലെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ചിരിക്കാൻ പറ്റുന്ന പ്രസ്താവനകളാണ് അദ്ദേഹത്തിന് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ പുറത്തൊരു സ്വാധീനമോ അല്ലെങ്കിൽ ഒരു കൺട്രോളോ ഒന്നും ഗോവിന്ദൻ മാസ്റ്ററിന് ഇന്ന് CPM-ന് പുറത്തില്ല. അത് അതേ സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ പിണറായി വിജയൻ പറയുന്നിടത്താണ് നിൽക്കുക. പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഗോവിന്ദൻ മാസ്റ്റർ ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് പാർട്ടിയുടെ ഒരു അവസ്ഥ. പിണറായി വിജയൻ എന്ത് പറയുന്നു അതാണ് നിയമം. ഇടയ്ക്ക് ചില സ്വരങ്ങളും അവസരങ്ങളോ ഒക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും അതൊക്കെ അവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ധർമ്മടം എന്ന് പറയുന്ന ഈ ഒരു കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി വളരെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ശബരിനാഥിനെ തിരുവനന്തപുരത്ത് ഇറക്കിയതുപോലെ ഒരു തന്ത്രം ധർമ്മടത്ത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് സംസ്ഥാനത്തൊട്ടുക്കും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ അത് സാധ്യമാക്കും. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഇതുവരെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങനെ അത് ദിവസങ്ങൾ അടുക്കുന്നതോടെ അറിയാം എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എങ്കിലും പൊതുവിൽ എന്ന് പറയുന്നത് അവസാനം വരെ അടിയും പിടിയും ബഹളമൊക്കെ ആയിട്ട് പിന്നെ വിലപേശലും ഗ്രൂപ്പിസും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കുറേ സ്ഥാനാർത്ഥികളായിട്ട് വരികയാണ് ചെയ്യുന്ന സാധനം. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ആസൂത്രിതമായ രീതിയിൽ പദ്ധതികളൊക്കെ തയ്യാറാക്കി മുൻകൂട്ടി പ്രഖ്യാപിച്ച് ചില സ്ട്രാറ്റജികൾ മാത്രമല്ല, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 PR സംവിധാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒന്ന് CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ അതിൻ്റെ പിന്നിൽ നിന്ന് നയിക്കുന്ന PR ഏജൻസി. ഇപ്പോൾ കൈസൻ അറിയാമല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇൻ്റർവ്യൂ ഏർപ്പാടായി കൊടുത്ത്. അപ്പോൾ അവരാണ് അജണ്ട ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി ഈ ഒറ്റ അജണ്ടയുടെ പുറത്ത് മത്സരിക്കുക. അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് കേരളം പോകും എന്ന ഒരു സന്ദേശം വളരെ വ്യാപകമായിട്ട് കൊടുക്കുക എന്നുള്ള നിർദ്ദേശം വെച്ചത് ആ PR ഏജൻസിയാണ്. ഇപ്പുറത്ത് സുനിൽ കനഗോലു ഉണ്ട്. സുനിൽ കനഗോലുവിൻ്റെ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജികളനുസരിച്ചിട്ടാണ് ഇവിടെ UDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 PR ഏജൻസി, അപ്പോൾ ഈ PR ഏജൻസികൾ സ്വാഭാവികമായിട്ട് അവർ സ്ട്രാറ്റജികൾ തയ്യാറാകും. ഇപ്പം LDF-ൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ PR ഏജൻസിയുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഭവന സന്ദർശനങ്ങൾ, സന്നദ്ധ സേവകർ പോയി നവകേരളത്തെക്കുറിച്ചിട്ടുള്ള എങ്ങനെയായിരിക്കണം അടുത്ത നമ്മുടെ കേരളം എന്നൊക്കെയുള്ള അന്വേഷണം നടത്തുകയും വീടുകളിൽ പോയി ആൾക്കാരുടെ അടുത്ത് ഇരിക്കണം, അങ്ങോട്ടൊന്നും പറയരുത്, പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ PR ഏജൻസി സ്ട്രാറ്റജികളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 2 PR ഏജൻസികളുടെ സ്ട്രാറ്റജികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു ഈ പറഞ്ഞ വലിയൊരു നല്ലൊരു തന്ത്രമാണ് ധർമ്മടത്ത് പിണറായി വിജയനെ, ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനെതിരെ മത്സരിച്ച C രഘുനാഥൻ, അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പിണറായി വിജയനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി കൊണ്ട് നിർത്തിയ പാർട്ടിക്കും അറിയാം, രഘുനാഥനും അറിയാം, എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ ജയിക്കും,
രഘുനാഥൻ തോറ്റുപോകും എന്നുള്ള കാര്യം. ഇന്നിപ്പോൾ രഘുനാഥൻ BJP-യിലാണെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. മറിച്ച് പിണറായി വിജയനെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരു തന്ത്രം, അതൊക്കെയാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ധർമ്മടത്ത് ഈ കോൺഗ്രസിൻ്റെതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടും അതിശയിക്കാനില്ല എന്ന് മാത്രമല്ല, അത് കോൺഗ്രസ്സിന് വളരെയധികം ഇലക്ട്രൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ വലിയ മറ്റു മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തുടനീളം അത് പ്രതിഫലിക്കാൻ അതിൻ്റെ സാധ്യതയുണ്ടാവും. ഈ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ പോകുന്ന സ്റ്റാർ കാൻഡിഡേറ്റ്സിനായിട്ട് UDF-ന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന പ്രധാന പേരാണ് ഷാഫി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, CPM-ന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് UDF ജയിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാകും കേരളം. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം തന്നെയാണ് ഷാഫി ഒതുക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഷാഫി UDF-ന്റെ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല, അവനൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. അവനെ താങ്ങി നിർത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഷാഫിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആലോചിച്ചു, നിങ്ങൾ ഇവിടുത്തെ ഭീകര സംഘടനയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ധർമ്മടത്ത് സാക്ഷാൽ ഷാഫി വന്ന് മത്സരിച്ചാൽ പോലും പിണറായിക്ക് തന്നെയായിരിക്കും വോട്ട്. ഞങ്ങൾ ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തുന്നത് പോലും അവർക്കൊരു ഭീഷണി ആവരുത്. ഇനിയിപ്പോൾ ഷാഫി നിന്ന് കഴിഞ്ഞാൽ പോലും ഷാഫിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഈ പാർട്ടിക്ക് അപ്പുറത്തേക്കും അയാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. അതിനെ ഇവർ ഭയപ്പെടുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രചാരണം കൂടുതലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അതിന് കണ്ടറിയേണ്ട സംഗതി ഷാഫിക്കുള്ള ഒരു പ്രത്യേകത വെച്ചാൽ, ഷാഫി വടകര വരുന്ന സമയത്ത് ഷാഫിയുടെ ഗ്ലാമറിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്താണ്. പക്ഷേ അവിടെ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷം ഷാഫിയുടെ ഗ്ലാമറിൻ്റെ സ്കെയില് വളരെ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു ഷാഫി ധർമ്മടത്ത് പിണറായി വിജയനെ നേരിടാനുള്ള ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റാർഡത്തിൽ നിന്ന് ഷാഫിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ തൻ്റെ സുഹൃത്താണ്, താനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചതെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് പാലക്കാട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതും ഷാഫി പറമ്പിലാണെന്നൊക്കെയുള്ള ഒരു ധാരണ ഇപ്പം പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഷാഫി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ രാഹുലിനെ തള്ളിപ്പറയാനായിട്ടൊക്കെ കുറച്ച് വൈഷമ്യം കാണിച്ചു. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു നമ്മുടെ ജനങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഇതൊക്കെയാണ് ഷാഫിയുടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇമേജിൻ്റെ സ്കെയിൽ അല്ലെങ്കിൽ ഗ്ലാമറിൻ്റെ സ്കെയിൽ താഴാനുള്ള ഒരു കാരണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഷാഫി എവിടെ കൊണ്ട് മത്സരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ പിന്നീട് ഉയർന്നു കേൾക്കുന്ന പേരാണ് സുധാകരന്റെ പേര് കേൾക്കുന്നുണ്ട്, അതേപോലെ മുരളീധരന്റെ പേര് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് സ്ഥാനാർത്ഥികളുടെ പേരും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മുതിർന്ന സ്ഥാനാർത്ഥികളെ, ഇപ്പോൾ യൂത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഷാഫിയെ പറയുന്നത്. യൂത്ത് മാത്രമല്ല, അമ്മമാർക്കും അതേപോലെ മറ്റ് ഒരുപാട് വിഭാഗമുള്ള ആൾക്കാർക്ക് ഒരേപോലെ ഇഷ്ടമുള്ള കാൻഡിഡേറ്റ് എന്ന രീതിയിൽ ഷാഫിയെയും പിന്നെ മുതിർന്ന കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള സുധാകരനെയും മുരളീധരനെയും പറയുന്നുണ്ട്. ഈ രണ്ട് കാൻഡിഡേറ്റ്സും ഒരേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിരോധിക്കുന്നത് അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു പബ്ലിക്കായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് വന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്തേക്ക് പലപ്പോഴും തോന്നും, ഇവരായിരിക്കുമോ ആ പറയുന്ന പ്രതിരോധിക്കാൻ പോകുന്ന, നേരത്തെ വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന രീതിയല്ല, കോൺഗ്രസ് ശക്തമായി മുതിർന്ന നേതാക്കന്മാരെ തന്നെ നിർത്തും, അല്ലെങ്കിൽ പിന്നീടുള്ള പേര് ഷാഫി. രണ്ടായാലും മുരളീധരൻ വരാൻ വഴിയില്ല. മിക്കവാറും കെ സുധാകരനും സാധ്യത കുറവാണ്. മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അവസാനം ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ സുധാകരൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ സുധാകരൻ നല്ല ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിനെയൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു സ്ട്രാറ്റജി കോൺഗ്രസ് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും അവിടെ വരാൻ പോവുക. അപ്പൊ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിന് അല്ല, അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി കോൺഗ്രസിലുണ്ടോ? അവിടെയൊക്കെയാണ് നമുക്കിനി നമ്മൾ വരും ദിവസങ്ങളിൽ കാണേണ്ട സാധനം. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഈ ശബരിനാഥനെ അവിടെ നമ്മൾ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നവരെ ആരും അത് ചിന്തിച്ചിരുന്നില്ല. അവിടെ സർപ്രൈസിലൂടെയാണ് വന്നത്. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കുറേ സർപ്രൈസുകളുണ്ടാവും, അത് ഉറപ്പാണ് സാധനം. കാരണം കോൺഗ്രസിൻ്റെ ആ ഒരു സ്റ്റൈല് നമ്മളത് ഇപ്പോൾ ഈ അവരുടെ PR ഏജൻസിയുടെ അല്ലെങ്കിൽ കനകോലുവിൻ്റെ ഈ സ്റ്റൈല് മനസ്സിലാക്കുന്നുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പം കെ സുധാകരനെ ആയിക്കൂടായില്ല,
അതല്ലെങ്കിൽ അതേപോലെ ഈ പറഞ്ഞതുപോലെ പിണറായിയെ വീഴ്ത്തിയേക്കും എന്ന് തോന്നൽ, വേണമെങ്കിൽ വീഴാം, പിണറായി ധർമ്മടത്ത് വേണമെങ്കിൽ വീഴാം എന്ന് തോന്നുന്ന ഒരു കാൻഡിഡേറ്റിനെ കോൺഗ്രസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ സ്ട്രാറ്റജി തന്നെയായിരിക്കും, അത് സംശയമില്ലാത്ത കാര്യം. അപ്പോൾ പണ്ട് നടന്ന പോലെ ഇതിന് മുൻപത്തെ ചരിത്രത്തിൽ ഒരിക്കൽ VS തോറ്റതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഞാൻ ആലപ്പുഴയിൽ അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സമയത്തും VS ആലപ്പുഴ തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ പണ്ടത്തെ പോലെ മണ്ഡലത്തിൽ കയറാതെ വെറുതെ ഇരുന്നപ്പോൾ വോട്ട് ഇപ്രാവശ്യം കിട്ടില്ല, കൃത്യം ഇറങ്ങിയാൽ മാത്രമേ പിണറായിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ധർമ്മടത്തുള്ളത്? അതും കൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം പിണറായി മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ, പൂർണ്ണമായിട്ടും പഴയ കാലങ്ങളിലെ പോലെ പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല ഇപ്രാവശ്യം. കാര്യം അവർ ഒരു മണ്ഡലത്തിലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം ലീഗുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്, മണ്ഡലങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ളവരെ മാറ്റുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ PR ഏജൻസികളൊക്കെ സ്റ്റഡി ചെയ്ത് ഇപ്പോൾ കനകോലുമൊക്കെ ഇവിടെ വന്ന് സർവേ ഒക്കെ നടത്തിയിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ധർമ്മടത്തും ഈ പറഞ്ഞതുപോലെ മറ്റേതല്ല, നമ്മൾ ഇതുവരെ കണ്ട തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രമുഖന്മാർ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ പിണറായി ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം 55,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ്. അപ്പം 45,000 പിണറായിയുടെ അത്രയും ഭൂരിപക്ഷത്തിൻ്റെക്കാൾ 10,000 വോട്ട് കുറവാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, UDF സ്ഥാനാർത്ഥി കിട്ടിയത്. 45,000 വോട്ടാണ് C. രഘുനാഥന് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലത്തിൽ കൊണ്ട് ജസ്റ്റ് അവരുടെ പേര് ഒട്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പ്രതിപക്ഷത്ത് നിന്നും വലിയ സാധ്യതയില്ലാത്ത കാൻഡിഡേറ്റ്സിന് വലിയ അധ്വാനം അവർ കൊടുക്കുകയില്ല. പേരിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ആ പേരിന് വേണ്ടിയുള്ള മത്സരം മാറ്റിയിട്ട് മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു, യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പരാജയപ്പെടുത്താൻ മത്സരിക്കുന്നു എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് കോൺഗ്രസ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ധർമ്മടത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വരുന്ന നിയമസഭയിൽ നമുക്കൊരു ത്രികോണ പോര് തന്നെ ധർമ്മടത്ത് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രിക്കെതിരെ വരാൻ പോകുന്ന വമ്പൻ സർപ്രൈസ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ആരാണെന്നുള്ളതിൻ്റെ ഒരു നിർണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരിക്കും. തീർച്ചയായിട്ടും.